ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചതിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നതെന്ന് A. റഹീം, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരും പറഞ്ഞു. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം. ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഭയമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലെന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. ഇത് RSS ആസൂത്രണം ചെയ്ത് രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്രൈസ്തവ വേട്ടയാണ്. അത് BJP വളരെ ആസൂത്രിതമായി ക്രൈസ്തവ വേട്ട രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒഡീഷയിലെ ജലേശ്വറിലാണ് ഏറ്റവും ഒടുവിൽ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. RSSൻ്റെ സംഘപരിവാറിൻ്റെ കൃത്യമായ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഭയപ്പെടുത്തുകയാണ്. മതസ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കുന്നു രാജ്യത്ത്. ഈ അക്രമം നടത്തിയവർ തന്നെ ഇന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞല്ലോ, അവിടെ ഭരണം മാറി, അവിടെ ഇപ്പോൾ BJP ഭരണമാണ്, ഇനി ഇവിടെ ഇത് പറ്റൂല എന്നാ പറഞ്ഞത്. എന്താ പറ്റൂല എന്ന് പറഞ്ഞാൽ വെച്ചാൽ സ്വതന്ത്രമായ പ്രവർത്തനം, അവരുടെ വേഷമിട്ട് നടക്കുക, അവിടെ മതപ്രചരണം നടത്തുക, അതുപോലെ തന്നെ അവരുടെ ബാക്കി. ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട പുരോഹിതൻ ഫാദർ ലിജോ നിരപ്പേലിന്റെ കുടുംബത്തിനൊപ്പം ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട്. ടോബിയിലേക്കാണ് ഇനി. ടോബി, എന്താണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്? അനുജ, തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. ജോർജ് എന്ന് പറയുന്ന കുറുവിലങ്ങാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകനാണ് ഫാദർ ലിജോ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അച്ഛാ, ഇന്നലെ എപ്പോഴാണ് അവർ ബന്ധപ്പെട്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചത്? ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അച്ഛനെ വിളിച്ചിരുന്നു. അന്നേരം ഇത് ഫ്ലാഷ് ആയിട്ടില്ല, കേരളത്തിൽ ഫ്ലാഷ് ആയിട്ടില്ല. അപ്പോൾ ആകുമെന്നുള്ള കണക്ക് കൂട്ടിൽ ഒരു നേരത്തെ മുന്നറിയിപ്പായിട്ടാണ് വിളിച്ച് വിവരം പറഞ്ഞത്. വിവരം പറഞ്ഞ് ഇന്നപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാർത്ത വരും, എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ സുരക്ഷിതനാണ് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് അന്നേരം വിളിച്ച് എനിക്ക് ന്യൂസ് തന്നെ. ഭീഷണിയാണ്. അത് മതപരിവർത്തനമാണ്, ക്രിസ്ത്യൻസിന് ഇവിടെ ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കുകയില്ല, ഞങ്ങൾ BJP-ക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് അവിടെ ഈ ആക്രമണത്തിന് പോലീസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. അവർ പിന്നെ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോവുക. ഇത് അവരെ വിടിയലായിരുന്നു. പ്രാർത്ഥിക്കാൻ പോയ വീട്ടുകാർ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അവതരിച്ച് വീട്ടിൽ ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിലോട്ട് പോവുകയാണ് എന്ന് അവർ ഈ ഇടവകക്കാരാണ്, ഈ അച്ഛൻ്റെ ഇടവകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല. അതൊന്നും പിന്നെ ഞങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് അവർ പറഞ്ഞെന്ന്. ഇത് മതപരിവർത്തനമാണ്, അതിവിടെ നടക്കില്ല, ഈ ദേശത്ത് നടക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. എത്ര വർഷമായി ലിജോ അച്ഛൻ ഇവിടുന്ന് പോയിട്ട് 2010 ഓർഡിനേഷൻ. ആ ഓർഡിനേഷൻ കഴിഞ്ഞ് ഈ ബാലസോർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അന്ന് പോയി. അവിടെ തന്നെയാണ് പര്യാപ്തം. ഇപ്പോൾ 1 വർഷമേ ഉള്ളൂ ഈ ഇടവകയിൽ ചെന്നിട്ട്. ഇപ്പം സേഫാണ്. കേസ് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു? അങ്ങനെയുള്ള ചർച്ചകളൊക്കെ. കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇവര് മറ്റവർ ഇങ്ങനെ എതിരായിട്ട് വരുവാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കണം, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്ന കാര്യം കേരളത്തിലോട്ട് വരുന്നുണ്ട്. അടുത്ത വരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അടുത്ത 23-ാം തീയതി ഇവിടെ ഉണ്ട്, അച്ഛനൂടെ ഉണ്ട്. അനുജ, മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ ഒരു സ്ഥലത്ത്, അതായത് കുറവിലങ്ങാടാണ്, ഇവിടുന്ന് ഒരു 3-4 വീട് അപ്പുറത്തേക്ക് മാറിയാൽ മറ്റൊരു വൈദികന്റെ വീട് കൂടിയുണ്ട്. അതായത് 3 മാസം മുമ്പാണ് ജോഷി എന്ന് പറയുന്ന ഒരു വൈദികനും സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ആ വീട്ടിൽ പോയതൊക്കെയാണ്. ആ വീട് തൊട്ടടുത്തല്ലേ? തൊട്ടടുത്ത് അത് ഇവിടുന്ന് ഒരു പെർലോങ് അത്രേ ഉള്ളൂ. അതുകൂടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നിങ്ങളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്?
ഇത് വലിയ ആശങ്കയാണ്. കാരണം ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള മിഷൻ പ്രവർത്തനത്തിൽ പോകുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആക്രമിക്കുന്നു. മതപരിവർത്തനം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും ബജരംഗൾ പോലെയുള്ള സംഘടനകളെ, ഭീകര സംഘടനകളെ നിരോധിക്കണമെന്നാണ് നമ്മളെ ആവശ്യം. സ്ത്രീകൾക്കടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ആശങ്കയായിട്ട് തന്നെ വരുത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 സിസ്റ്റേഴ്സിനെ ഏതാണ്ട് ഒരാഴ്ച മിച്ചം ജയിലിലിട്ട് വളരെയേറെ പീഡനം അവർ സഹിക്കേണ്ടി വന്നു. ഒഡീഷയിലാണ് കഴിഞ്ഞ ദിവസം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അതിക്രമത്തിന് വൈദികരും കന്യാസ്ത്രീകളും ഇരയായത്. അതിലുണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഫാദർ ലിജോ നിരപ്പേലിന്റെ കുടുംബം പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഫോണിൽ സംസാരിച്ചിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം നാട്ടിലേക്ക് എത്തും. അത് നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു യാത്രയാണ് എന്നതുൾപ്പെടെ ഒരു ആശങ്ക ഉണ്ട് എന്നതാണ് കുടുംബം വ്യക്തമാക്കിയത്.